കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛൻ തന്നോട് വിഷമങ്ങളൊക്കെ പറഞ്ഞ് സോറി പറയുമ്പോഴേക്കും നിധിയും ഈ കല്യാണം ശരിക്കുള്ള കല്യാണം അല്ല എന്നുള്ള കാര്യം അച്ഛനോട് പറ എന്ന് കഴിഞ്ഞ ദിവസം സാന്ദ്ര എടുത്തി അവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നാലോചിച്ചുകൊണ്ട് സത്യം പറയണോ വേണ്ട, സത്യം പറഞ്ഞതുകൊണ്ട് സംഭവിച്ചതൊന്നും മാറാൻ പോകുന്നില്ലല്ലോ എന്ന് നിധി മനസ്സിലാലോചിക്കുമ്പോഴേക്കും മോളെ നീ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ഹേമയും ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല എന്നവൾ പറയുമ്പോൾ നിങ്ങളൊക്കെ എന്തിനാ അവളോട് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ, അവളിങ്ങോട്ട് തിരിച്ചു വന്നില്ലേ, ഇനി അവൾ എങ്ങോട്ട് പോകാൻ പോകുന്നില്ല എന്ന് അരുൺ പറയുമ്പോഴേക്കും ഏയ് അത് പറ്റില്ല, ഒരാഴ്ച കഴിഞ്ഞാൽ എനിക്കെന്തായാലും തിരിച്ചു പോയേ പറ്റൂ എന്ന് നിധിയും പറയുന്നുണ്ട്. കുറേ കമ്പനികളിൽ അപേക്ഷ വെച്ചിരിക്കുക, എവിടെയെങ്കിലും കിട്ടുമോ നോക്കാൻ എന്ന് നിധി പറയുമ്പോൾ നിന്റെ പഠിത്തത്തിന് കുറേ കമ്പനികളിൽ എന്തായാലും കിട്ടും നിധി എന്ന് രാജീവും പറയുന്നുണ്ട്. എനിക്ക് പരിചയമുള്ള കമ്പനികളിൽ ഞാനും അന്വേഷിക്കാം എന്ന് അരുൺ പറയുമ്പോൾ നല്ല കമ്പനികളിലൊന്നും റെഫറൻസ് മാത്രം നോക്കിയെടുക്കില്ല, നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് മെറിറ്റ് നോക്കിയേ എടുക്കൂ. ഞാനൊരു തവണ ഇൻ്റർവ്യൂ ഒക്കെ ക്ലിയർ ചെയ്ത് HR ഇൻ്റർവ്യൂവിന് എത്തിയതാ. അന്നെന്താ നടന്നതെന്ന് അറിയോ എന്ന് നിധി ചോദിച്ചുകൊണ്ട് അന്ന് സൂര്യ ഓഫീസിൽ വന്ന കാര്യങ്ങളൊക്കെ അവരോടായി പറയുന്നുണ്ട്. രാജീവും ദേഷ്യത്തോടെ അരുൺ അവൻ എന്തിനാ ഇപ്പോഴും ഇവളുടെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നേ, ഇനിമേൽ ഇങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് അവനോട് പറഞ്ഞേക്കണം എന്ന് രാജീവ് പറയുമ്പോൾ ഞാൻ പറയാമച്ച എന്ന് അരുണും പറയുന്നുണ്ട്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ, ഞാൻ നിനക്ക് ഉറപ്പ് തരാം എന്ന് അച്ഛനും പറയുന്നുണ്ട്. അവിടെ നിധിയുടെ റൂമിൽ അവളുടെ ബെഡിൽ ഒരു തലയണയും കെട്ടിപ്പിടിച്ച് അവളെയും കാത്തിരിക്കുകയാണ് സുധീഷ്. ഇത് കുറേ നേരമായല്ലോ, എവിടെ പോയി, എന്തായാലും ഒന്ന് പോയി നോക്കാം എന്നും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴേക്കും അവിടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്ന നിധിയെയാണ് കാണുന്നത്. അത് കണ്ട് അവനും സന്തോഷത്തോടെ മുറിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. സുധീഷിൻ്റെ വീട്ടിൽ ഹാളിൽ കിടന്നുറങ്ങാണ് സുഭാഷും ഹരീഷും നികേഷും. പെട്ടെന്ന് ഹരീഷിൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നുണ്ട്. അവൻ ഫോൺ നോക്കിക്കൊണ്ട് ആരാ ഇപ്പോൾ മെസ്സേജ് അയക്കുന്നേ എന്നും പറഞ്ഞ് അതിലേക്ക് നോക്കുമ്പോൾ നീതുവിൻ്റെ മെസ്സേജ് കണ്ട് നീതുവോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന നികേഷിനെ ഒന്ന് മാറ്റിക്കിടത്തിയിട്ട് ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. ഉറങ്ങിയോ എന്ന് അവൾ മെസ്സേജ് അയക്കുമ്പോൾ ഇല്ല എന്ന് അവനും പറയുന്നുണ്ട്. വിളിക്കട്ടെ എന്നവൾ ചോദിക്കുമ്പോൾ ഇപ്പോഴോ എന്നും അവനും ഒരു സംശയത്തോടെ മെസ്സേജ് അയക്കാണ്. അതിനെന്താ എന്നവൾ ചോദിക്കുമ്പോൾ ലേറ്റ് ആയില്ലേ എന്നവൻ പറയുമ്പോൾ അതിന് ഞാൻ ഇറങ്ങി വരാനൊന്നുമല്ലല്ലോ പറഞ്ഞേ, ഫോണിലൊന്ന് വിളിക്കാനല്ലേ, മിണ്ടണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാ എന്ന് നീതു പറയുമ്പോൾ ഒരു മിനിറ്റ് പുറത്ത് ചെന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പുറത്ത് വരാന്തയിൽ ചെന്ന് അവൻ നീതുവിനെ വിളിക്കാണ്. അപ്പോഴേക്കും നീതുവും കട്ടിൽ എഴുന്നേറ്റിരുന്ന് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നിന്റെ വീട്ടുകാരെ നിനക്കിത്ര പേടിയാണോ എന്ന് നീതു ചോദിക്കുമ്പോൾ അതല്ല, എല്ലാവരും ഒരുമിച്ചല്ലേ കിടക്കുന്നേ അതുകൊണ്ടാ എന്ന് ഹരീഷും പറയുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചാണോ കിടക്കുന്നേ എന്ന് നീതു സംശയത്തോടെ ചോദിക്കുമ്പോൾ അതെ, നമ്മളെല്ലാവരും ഒരുമിച്ച് തളത്തിൽ പായ വിരിച്ചാൽ കിടക്കുന്നേ എന്ന് ഹരീഷും പറയുന്നുണ്ട്. അയ്യേ, ഇത്ര വലുതായിട്ട് ഇതുവരെ മാറിക്കിടക്കാറായില്ലേ എന്ന് നീതു ചോദിക്കുമ്പോൾ ഒരുമിച്ചുറങ്ങിയ എന്താ കുഴപ്പം എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അത് വിട്, വേറെന്താ എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. നീ പറ എന്ന് ഹരീഷ് പറയുമ്പോൾ നീ സംസാരിക്കേ എന്ന് നീതുവും പറയാണ്. സാധാരണ നീയല്ലേ സംസാരിക്കുന്നേ, അതുകൊണ്ട് നീ പറ എന്നവൻ പറയുമ്പോൾ അതുകൊണ്ടാ പറഞ്ഞേ ഇന്ന് നീ സംസാരിക്കുന്നേ എന്ന് നീതുവും പറയുന്നുണ്ട്. അല്ല, ഈ സമയത്ത് എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ അതെന്താ എന്നോട് സംസാരിക്കാൻ ഒന്നുമില്ലേ എന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. അല്ല, എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്തോണ്ടാ എന്ന് ഹരീഷ് പറയുമ്പോൾ അത് ശരി, എങ്കിൽ പറ എന്നെ ഇഷ്ടമാണോന്ന് എന്നവൾ ചോദിക്കുമ്പോൾ അവനും ഒരു പരിങ്ങലോടെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്താ പെട്ടെന്ന് സൈലൻ്റ് ആയത്, എന്നെ ഇഷ്ടമല്ലല്ലേ എന്ന് നീതു ചോദിക്കുമ്പോൾ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നിന്ന് സംസാരിക്കുമോ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. പിന്നെന്താ പറയാത്തെ, എങ്കിൽ പറ ഇഷ്ടമാണെന്ന് എന്നവൾ പറയുമ്പോൾ അങ്ങനെയൊന്നും സംസാരിക്കല്ലേ, അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കെന്തോ പോലെ എന്നവൻ പറയുമ്പോൾ ഇത്രയെങ്കിലുമൊക്കെ സംസാരിച്ചാലോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്കെന്ത് ഇഷ്ടമാണെന്നോ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കടയിലേക്ക് വരുന്നേ, എന്നിട്ടും കുറേ കാലം എന്നെ നോക്കുക പോലും ചെയ്തില്ല, ഒരിക്കലും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചേയില്ല, അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല, ഞാൻ സംസാരിച്ചില്ലേ, ഇനി നീ പറ എന്ന് നീത് പറയുമ്പോൾ അപ്പോഴേക്കും ഒരു പരിങ്ങലോടെ ഹരീഷും അത് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ പറഞ്ഞോ എന്നവൾ പറയുമ്പോൾ അല്ല, നാളെ വർക്ക്ഷോപ്പിൽ വരുമോ എന്നവൻ ചോദിക്കുകയാണ്. വരണോ എന്നവൾ ചോദിക്കുമ്പോൾ നിൻ്റെ ഇഷ്ടം എന്നവനും പറയാണ്. വരുന്നില്ല എന്നവൾ പറയുമ്പോൾ അയ്യോ വരുന്നില്ലേ, എന്നാൽ ശരി എന്നും പറഞ്ഞ് അവൻ കോൾ വെക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഞാൻ വരുന്നില്ലെന്ന് പറയുമ്പോൾ നീ അപ്പോൾ തന്നെ കോൾ വെക്കാനോ വേണ്ടേ എന്ന് നീ ഇത് പറയുമ്പോൾ നീ വരുന്നില്ല എന്നല്ലേ പറഞ്ഞേ എന്നവനും പറയുന്നുണ്ട്. ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ നീ വീണ്ടും നിർബന്ധിക്കണം, അപ്പോഴും ഞാൻ ഒഴിഞ്ഞു മാറും, അപ്പോൾ നീ വീണ്ടും നിർബന്ധിക്കണം, കേട്ടല്ലോ എന്നവൾ പറയുമ്പോൾ ശരി എന്ന് ഹരീഷും പറയുന്നുണ്ട്. വേറെന്താ എന്നവൾ ചോദിക്കുമ്പോൾ വേറെന്ത് എന്നവനും പറയാണ്. അങ്ങനെ അവർ കുറേ സമയം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. പിന്നെ വേറെന്താ എന്നവൾ ചോദിക്കുമ്പോൾ വേറെ ഒന്നുമില്ല, സമയം കുറേ ആയില്ലേ, കുറച്ച് സമയമെങ്കിലും ഉറങ്ങണ്ടേ എന്ന് ഹരീഷ് പറയുമ്പോൾ എന്നെ ബോറടിക്കുന്നുണ്ടല്ലേ എന്ന് നീതുവും ചോദിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, രാവിലെ എഴുന്നേറ്റ് വർക്ക്ഷോപ്പിൽ പോകണ്ടേ, കുറച്ച് സമയമെങ്കിലും ഉറങ്ങണ്ടേ എന്ന് ചോദിച്ചത്. എങ്കിൽ ശരി ഞാൻ വെക്കാം, നീ പോയി കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് നീതു ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യാണ്. അങ്ങനെയല്ല എന്നവൻ പറയുമ്പോഴേക്കും അവളും കോൾ കട്ട് ചെയ്ത് പോകുന്നുണ്ട്.
ഉറക്കത്തിൽ നിന്ന് തിരിഞ്ഞു കിടന്ന നികേഷും ഹരീഷിനെ കാണാതെ പെട്ടെന്ന് ഹരീഷേട്ടൻ ഇവിടെ പോയി എന്നും പറഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ഇനി പുറത്തെങ്ങാൻ പോയതാണോ എന്നും പറഞ്ഞ് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അപ്പോഴേക്കും നീതുവും ഹരീഷിനെ വീണ്ടും വിളിക്കുന്നുണ്ട്. ഞാൻ ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചാൽ നീ പിന്നെ വിളിക്കില്ലല്ലേ എന്ന് നീതു ചോദിക്കുമ്പോൾ അയ്യോ ദേഷ്യപ്പെട്ടിട്ടാണോ ഫോൺ വെച്ചേ എന്ന് അവനും ചോദിക്കുന്നുണ്ട്. അതും മനസ്സിലായില്ലേ, എങ്കിൽ നീ ഫോൺ വെച്ചോ എന്നും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അല്ല അത് പിന്നെ എന്നും പറഞ്ഞ് ഹരീഷ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും മുന്നിൽ നിൽക്കുന്ന നികേഷിനെയാണ് കാണുന്നത്. ഏടാ നീ ഉറങ്ങിയില്ലേ എന്ന് നികേഷിനോടായി ചോദിക്കുമ്പോൾ എന്ന് അവനും പറയുന്നുണ്ട്. നീ ഉറങ്ങുമായിരുന്നല്ലോ എന്ന് ഹരീഷ് പറയുമ്പോൾ ഉറങ്ങുമായിരുന്നു, പിന്നെ എഴുന്നേറ്റു എന്ന് നികേഷും പറയാണ്. ഫോണിലാരായിരുന്നു എന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഒരു കസ്റ്റമറാ എന്ന് ഹരീഷും പറയുന്നുണ്ട്. കസ്റ്റമറോ എന്നവൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ ആ വണ്ടി കംപ്ലൈൻ്റ് ആയി എന്ന് പറഞ്ഞ് വിളിച്ചതാ എന്നവനും പറയുന്നുണ്ട്. ഈ രാത്രിയിൽ വണ്ടി കംപ്ലൈൻറ്റോ, ഞാനത് വിശ്വസിക്കണല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ രാത്രിയിലാണ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയത്, അതാ വിളിച്ചത്, വാ നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് അവനെയും കൂട്ടി അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ ആ വണ്ടിയുടെ പേര് നീതു 100cc എന്നാണോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഹേയ് അതൊന്നുമല്ലടാ എന്ന് ഹരീഷ് പറയുമ്പോൾ ഹോ നോമെന്തായി കാണുന്നേ, ഹരീഷേട്ടൻ ഈ രാത്രിയിൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നു, അതും ഫോണിൽ, ഇതിപ്പോൾ എല്ലാവരും ഒന്ന് അറിയിക്കണ്ടേ. സുഭാഷ് ഏട്ടാ എന്നവൻ ഉറക്കെ വിളിക്കുമ്പോഴേക്കും ഹരീഷും അവൻ്റെ വാപ്പത്ത് പിടിച്ചുകൊണ്ട് നാട്ടിക്കലേടാ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ചിലവുള്ള കാര്യമാണ് കേട്ടോ എന്ന് നികേഷ് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാം എന്ന് ഹരീഷും പറയാണ്. ഈ ചിലവെന്ന് പറയുമ്പോഴേ ഇത്തിരി കൂടിയ തന്നെ ആയിക്കോട്ടെ എന്ന് നികേഷ് പറയുമ്പോൾ നാളെ തന്നെ വാങ്ങിത്തരാം എന്ന് ഹരീഷും പറയാണ്. നിധിയെ കാണാതെ റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്ന സുധീഷ് പെട്ടെന്ന് അവൾ നടന്നു വരുന്ന ശബ്ദം കേട്ട് ഓടിപ്പോയി ഒരു പുതപ്പെടുത്ത് പൊതിച്ചുകൊണ്ട് തൻ്റെ ബെഡിൽ കിടക്കുന്നുണ്ട്. നിധിയും വന്ന് ഡോറും അടിച്ച് ഒരു പുതപ്പെടുത്ത് പൊതിച്ചുകൊണ്ട് അവിടെ തൻ്റെ ബെഡിൽ കിടക്കാണ്. ഉറങ്ങിയോ എന്നവൾ ചോദിക്കുമ്പോൾ സുധീഷും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അഭിനയിച്ച് ഓ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇയാൾ ഉറങ്ങിയില്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ കുറേ സമയം ഇയാളെ വെയിറ്റ് ചെയ്ത് നിന്നു, പിന്നെ അറിയാതെ കണ്ണടഞ്ഞു പോയി എന്ന് സുധീഷും പറയാണ്. എന്നാൽ പിന്നെ ഉറങ്ങിക്കോ എന്നവൾ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇയാൾ പറഞ്ഞു എന്ന് സുധീഷും പറയാണ്. ഇന്നച്ഛൻ പതിവില്ലാതെ എന്നോട് കുറേ ഇമോഷണലായി സംസാരിച്ചു എന്നവൾ പറയുമ്പോൾ കയ്യിലെടുക്കാനുള്ള വഴി അവർക്ക് നോക്കിയാലേ പറ്റൂ എന്ന് സുധീഷും മെല്ലെ പിറുപിറുക്കുന്നുണ്ട്. എന്താ എന്നവൾ ചോദിക്കുമ്പോൾ അല്ല അവരോടുള്ള പിണക്കം മാറട്ടെ എന്ന് കരുതി സംസാരിച്ചതാവും എന്ന് സുധീഷും പറയുന്നുണ്ട്. എനിക്കാരോടും പിണക്കൊന്നുമില്ലായിരുന്നു, ഞാൻ കരുതി അവർക്കായിരിക്കും എന്നോട് പിണക്കെന്ന്. എന്നാലും അച്ഛൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അച്ഛനിങ്ങനെ എന്നെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലെന്ന് ഞാൻ എത്ര ആശിച്ചതാണെന്നറിയോ. അന്ന് സുധീഷിനെ കണ്ടതാ അച്ഛനിൽ ഇത്രയും മാറ്റം ഉണ്ടാക്കിയത്. എന്നാലും ഒരു ദിവസം കൊണ്ട് അച്ഛൻ എങ്ങനെ ഇങ്ങനെ മാറ്റം ഉണ്ടായതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്ന് നിധി പറയുമ്പോൾ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. മനുഷ്യർക്ക് വരുന്ന ഓരോ അവസ്ഥയെ എന്നവൻ പറയുമ്പോൾ എന്തവസ്ഥ എന്നവളും ചോദിക്കുന്നുണ്ട്. അല്ല ഈ സ്നേഹവും ഒരവസ്ഥയാണല്ലോ എന്നവനും പറയാണ്. താങ്ക്സ് എന്ന് നിധി പറയുമ്പോൾ എന്തിനാണോ താങ്ക്സ് ഒക്കെ, നമ്മൾ രണ്ടല്ലല്ലോ ഒന്നല്ലേ എന്നവൻ പറയുമ്പോൾ ഒന്നോ എന്നവളും ചോദിക്കുന്നുണ്ട്. അതെ ഒരേ മനസ്സുള്ള രണ്ട് കൂട്ടുകാർ എന്നവൻ പറയുമ്പോൾ കൂട്ടുകാർക്കിടയിൽ താങ്ക്സും സോറിയൊന്നും വേണ്ട എന്നവൻ പറയുമ്പോൾ അതിന് ഞാൻ സോറി പറഞ്ഞില്ലല്ലോ എന്നവളും പറയാണ്. എന്നാൽ ഞാൻ പറയാം സോറി എന്ന് സുധീഷ് പറയുമ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ സോറി ഒന്നും വേണ്ടാന്നല്ലേ പറഞ്ഞേ, അപ്പോൾ ഫ്രണ്ട്സ് അല്ലേ അന്ന് എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അയ്യോ അല്ല എന്നവൻ പറയുമ്പോൾ അല്ലേ എന്നവളും ചോദിക്കുന്നുണ്ട്. അയ്യോ അതല്ല ആണ്, ഫ്രണ്ട്സാണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നവൻ പറയുമ്പോൾ നിധി ഒരു ചിരിയോടെ കിടന്നോ, ഞാൻ വെറുതെ പറഞ്ഞതാ, ഉറക്കം കളയണ്ട, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് തിരിഞ്ഞ് കിടന്നുറങ്ങുന്നുണ്ട്. സുധീഷും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് പുതപ്പെടുത്ത് മുഖത്തേക്കിട്ട് ഉറങ്ങാൻ നോക്കാണ്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവളെ ഒന്ന് നോക്കി. സുധീഷേ ഈ ട്രാക്ക് കറക്റ്റാ മോനെ, ഇതുപോലെ തന്നെ സൂക്ഷിച്ചു പൊക്കോ, എല്ലാം സക്സസ് ആവും എന്ന് സന്തോഷത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ പുതപ്പെടുത്ത് മുഖത്തേക്കിട്ട് ഉറങ്ങാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് അവൻ വീണ്ടും എഴുന്നേറ്റ് ഉറങ്ങിക്കിടക്കുന്ന നിധിയെ കുറച്ച് സമയം നോക്കിയിരുന്ന് വീണ്ടും ഉറങ്ങാൻ കിടക്കാണ്. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഹാളിൽ സോഫയിലിരുന്ന് സംസാരിക്കുകയാണ് രാജീവും ഹേമയും. അപ്പോഴേക്കും സാന്ദ്രയും അങ്ങോട്ട് വന്ന് അതിനായിട്ടാണ് ഇവിടെ പോയത് അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഷോപ്പിൽ ലോഡ് വന്നിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു വിട്ടതാ എന്ന് രാജീവ് പറയുമ്പോൾ ഇത്ര രാവിലെയോ എന്ന് അവളും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഇന്നലെ രാത്രി വരേണ്ട വണ്ടിയാ മോളെ, ഇന്ന് രാവിലെ എത്തിയത്, അതുകൊണ്ട് അവൻ രാവിലെ തന്നെ പോയത് എന്ന് രാജീവ് പറയുമ്പോഴേക്കും നിധിയും അയാൾക്കുള്ള ചായയായി എത്തുന്നുണ്ട്. ചായ നിങ്ങൾ കുടിച്ചതാണല്ലോ എന്ന് ഹേമ പറയുമ്പോൾ ഞാൻ ചോദിച്ചതാണമ്മേ എന്ന് നിധിയും പറയുന്നുണ്ട്. അയാളും ആ ചായ എടുത്ത് കുടിച്ചതിന് ശേഷം ആഹാ അടിപൊളി ചായ, ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്നയാൾ പറയുമ്പോൾ അവിടെ സുഭാഷ് ഏട്ടൻ പഠിപ്പിച്ചതാ, ഞാൻ കുറേ തവണ ഉണ്ടാക്കി നോക്കി, ഒടുവിലാ ഒന്ന് ശരിയായത് എന്നവളും പറയുന്നുണ്ട്. ചായ മാത്രമാണോ അല്ല എല്ലാം നീ തന്നെയാണോ ഉണ്ടാക്കുന്നത് എന്ന് ഹേമയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അല്ലമ്മേ എന്നെ അടുക്കളയിലേക്ക് കടക്കാൻ പോലും സമ്മതിക്കാറില്ല, എല്ലാം ആൾ തന്നെ ഉണ്ടാക്കും, എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയാണ് എന്ന് നിധി പറയുമ്പോഴേക്കും അപ്പോഴേക്കും കാലിൽ കെട്ടുമായി അരുണും അങ്ങോട്ട് കടന്നു വരുന്നുണ്ട്. എന്തുപറ്റി എന്നും ചോദിച്ച് സാന്ദ്ര അങ്ങോട്ട് ഓടിപ്പോവാണ്. എന്തു പറ്റിയതാ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഒരു പാഴ്സൽ കാലിൽ വീണതാ എന്ന് അരുണും പറയുന്നുണ്ട്. നീ ആശുപത്രി പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരു ബാൻഡേജ് എടുത്ത് ടൈറ്റായിട്ട് അങ്ങ് കെട്ടി എന്ന് അരുണും പറയുന്നുണ്ട്.
അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എന്തായാലും ആശുപത്രി പോകണം എന്ന് സാന്ദ്ര പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കും സാന്ദ്രേ, എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ എന്ന് അരുണും പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് വന്ന സുധീഷും എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ ലോഡ് വന്നപ്പോൾ അതിലൊരു പാഴ്സൽ കാലിൽ വീണു എന്ന് നിധി പറയുമ്പോൾ തുണിയല്ലേ വീണത്, അതിന് ഇത്ര കാര്യമായിട്ടൊക്കെ ഉണ്ടാവുമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ 50-100 കിലോ ഉള്ള പാക്കറ്റല്ലേ വീണത് എന്ന് നിധിയും പറയാണ്. എന്തായാലും പോയിട്ടൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് വരാം എന്ന് സാന്ദ്ര പറയുമ്പോൾ അത് ശരിയാ, എലങ്ങാൻ ഒടിഞ്ഞിട്ടുണ്ടോ എന്നറിയാലോ എന്ന് സുധീഷ് പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കേ എന്ന് നിധിയും പറയുന്നുണ്ട്. അല്ല, ഇത്ര മുകളിൽ നിന്ന് 100 കിലോ ഒക്കെ വന്ന് കാലിൽ വീണാൽ എന്തായാലും കാലൊടിഞ്ഞിട്ടുണ്ടാവും, അങ്ങനെയുള്ള അനുഭവം ഉണ്ടേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അത്ര വലിയ പാക്കറ്റൊന്നും ആയിരുന്നില്ല, ചെറുതായിരുന്നു, എല്ലൊന്നും പൊട്ടിയിട്ടുണ്ടാവില്ല, ചെറിയ സ്ട്രെയിനേ ഉള്ളൂ, റെസ്റ്റ് എടുത്താൽ മാറും എന്ന് അരുൺ പറയുന്നത് കേട്ട് മുഖം കണ്ടിട്ട് അത്ര വേദനയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ എന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. അല്ല, അപ്പോൾ നീ ചെട്ടിയാരെ കാണാൻ പോയില്ലേ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഓ ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി അച്ഛാ എന്ന് അരുണും പറയുന്നുണ്ട്. രാവിലെ നീ ഓഫീസിൽ പോകുമ്പോൾ ആദ്യം ആ കാര്യം ചെയ്തിട്ടല്ലേ പോവൂ എന്നല്ലേ ഞാൻ കരുതിയേ, ലോഡ് നീ ചെന്നില്ലെങ്കിലും ഇറക്കാലോ എന്ന് രാജീവ് പറയുമ്പോൾ ഞാനത് വിട്ടുപോയതാ അച്ഛാ എന്ന് അരുണും പറയുന്നുണ്ട്. രാവിലെ തന്നെ അത് കൊണ്ടു കൊടുത്തില്ലെങ്കിലുള്ള കാര്യം നിനക്കറിയാലോ എന്ന് രാജീവ് പറയുമ്പോൾ മനസ്സിലായി, ഞാൻ ചെന്ന് കൊടുത്തോളാം എന്ന് അരുണും പറയുന്നുണ്ട്. ഈ കാലം വെച്ചോ വേറെ ആരെങ്കിലും അയച്ചാൽ പോരെ എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ വേറെ ആരെയും വിശ്വസിച്ച് അയക്കാൻ പറ്റില്ല, 100 കിലോമീറ്റർ വണ്ടി ഓടിക്കാനുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ തന്നെ പോയേനെ എന്ന് രാജീവും പറയുന്നുണ്ട്. അത് കേട്ട അരുണും അച്ഛനങ്ങനെ അയാളുടെ മുന്നിൽ താഴേണ്ട ആവശ്യമൊന്നുമില്ല, പറഞ്ഞ സമയത്ത് പറഞ്ഞ സാധനം അവിടെ എത്തിക്കണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ തന്നെ പോയിക്കോളാം എന്ന് അരുൺ പറയുമ്പോൾ ഈ കാലം വെച്ച് നിനക്ക് അത്ര ദൂരം പോകാനൊന്നും പറ്റില്ല, അഭിമാനം നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് രാജീവ് പറയുമ്പോൾ ഇത്രയും നേരം വണ്ടിയിൽ ഇരുന്നിട്ട് ബാക്ക് പെയിൻ വരാനോ എന്ന് ഹേമയും ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല അച്ഛൻ നേരിട്ട് പോയാൽ ശരിയാവില്ല, അത് അയാൾ ജയിച്ചു എന്നാവും എന്ന് അരുൺ പറയുന്നത് കേട്ട് എന്താ കാര്യം എന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ അതൊരു ബിസിനസ് ഡീലാ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് അരുണും ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ, നമുക്ക് സുധീഷിനെ അയച്ചാലോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ ഓ ഇതെനിക്കുള്ള എന്തോ പണിയാണല്ലോ എന്ന് സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്. സുധീഷോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അതെ അച്ഛാ, സുധീഷ് നമ്മുടെ വീട്ടിലെ ആളല്ലേ, അത്രത്തോളം വിശ്വസിച്ച് നമുക്ക് വേറെ ആരെ അയക്കാൻ പറ്റും എന്ന് അരുൺ പറയുന്നത് കേട്ട് അപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയാ, എന്തായാലും നോക്കാം എന്ന് സുധീഷ് മനസ്സിൽ പറയുന്നുണ്ട്. ശരിയാണ്, പക്ഷേ സുധീഷിന് ബുദ്ധിമുട്ടാവോ, ഒരു പണി തരുന്നു എന്നൊന്നും വിചാരിക്കരുത്, സ്വന്തം കാര്യമായിട്ട് കണ്ടാൽ മതി, വേറെ ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റാത്തോണ്ടാ, ഒന്ന് പോയിട്ട് വരാൻ പറ്റുമോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അല്ല അത് പിന്നെ എന്നും പറഞ്ഞ് ഒരു പരിങ്ങലോടെ സുധീഷും അയാളെ നോക്കി നിൽക്കാണ്. ഞാൻ ചെയ്യേണ്ട കാര്യമാണ്, പക്ഷേ ഈ കാലം വെച്ച് ഇത്ര ദൂരം എനിക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്തോണ്ടാ പ്ലീസ് എന്ന് അരുൺ പറയുമ്പോൾ സംശയത്തോടെ നോക്കി നിൽക്കുന്ന സുധീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ കിൽക്കൂടിൻ്റെ ബാക്കി വിശേഷം